നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരിക്കലും അവനെ തിരിഞ്ഞു നോക്കാതിരുന്ന അവളെ സ്വന്തം കൈവെള്ളം മുറിച്ച് ചോര കൊണ്ട് ഐ ലവ് യു എന്ന് എഴുതി കാണിച്ച അവൻ വീഴ്ത്തിയത്. മകന്റെ ഇടത് കൈവെള്ള പിടിച്ച് നോക്കിയാ മതി, ആ പാടിപ്പോഴും നിങ്ങൾക്കവിടെ കാണാം. കുട്ടിക്കാലം മുതൽക്കേ നിങ്ങളുടെ സങ്കുചിത മനസ്സറിയാവുന്ന മകൻ പൂർണിമയോട് തങ്ങൾക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന പൂർണിമ അതിന് സമ്മതിച്ചില്ല. ഇരു വീട്ടുകാരും സമ്മതിച്ചാൽ മാത്രമേ ഈ വിവാഹം നടക്കൂ എന്ന് ഈ കുട്ടി പറഞ്ഞപ്പോ എനിക്ക് അഭിമാനം തോന്നി. നിങ്ങൾ മാതാപിതാക്കളുടെ പുണ്യം ഓർത്ത്. പക്ഷേ ഇപ്പൊ എനിക്ക് പുച്ഛം തോന്നുന്നു ഈ കുട്ടികളോട് സഹതാപവും. ഈ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എത്ര സൂക്ഷിച്ചാലും ഇതിലും ലഘുവായി അഞ്ജലിക്ക് പറയാൻ കഴിയില്ല സർ. ഇവർക്ക് രണ്ടുപേർക്കും പഠിപ്പുണ്ട്, മെച്ചപ്പെട്ട ജോലിയും കിട്ടും. ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ ആരെയും കൂസാതെ അന്തസ്സായിട്ട് ജീവിക്കാനും കഴിയും. എന്നിട്ട് നിങ്ങളുടെ അനുവാദത്തിനായി താണ് കേണു നിൽക്കുന്നു, സമ്മതത്തിനായി കൈകൂപ്പി യാചിക്കുന്നു. അതിനൊരർത്ഥമേ ഉള്ളൂ സർ, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും തങ്ങളെക്കാളും നിങ്ങളെ അവർ ബഹുമാനിക്കുന്നത്. പ്രണയിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒരാണും പെണ്ണും തീരുമാനം എടുക്കുന്നത് ഈശ്വരൻ കാവൽ നിൽക്കുന്ന നിമിഷങ്ങളിലാണ് സർ. ഒരിക്കൽ ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിരിയുന്നത് മരണവേദനയാണ് സർ. ആ വേദന സഹിച്ചിട്ടും പൂർണിമ നിങ്ങളുടെ മകനെ വിട്ടുതരാൻ തീരുമാനിച്ചത് നിങ്ങൾ അഭിലാഷിന്റെ ജീവിതം നരകമാക്കുമോ എന്ന് ഭയന്നിട്ട് മാത്രമാ. ആ ഒറ്റ വാചകം കൊണ്ട് അവള് തെളിയിച്ചത് നിങ്ങളെക്കാൾ നിങ്ങളുടെ മകന്റെ ക്ഷേമം അവൾ പരിഗണിക്കുന്നു എന്നതാണ്. അവൻ ഒരു കാലത്തും സങ്കടപ്പെട്ട് നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെടരുതെന്ന അവൾ ആഗ്രഹിക്കുന്നത്. അതെ, ഞാനും സാറും ഡോക്ടറും ഒക്കെ ആണുങ്ങളാ. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മളെ ഒറ്റപ്പെടുത്താത്ത, എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. അഭിലാഷിന് കിട്ടിയ കുട്ടി അതിന് യോഗ്യയാണ്. ആ കുട്ടി മാത്രമാണ് അതിന് യോഗ്യമായിട്ടുള്ളതും. തീർച്ചയായും ഇപ്പൊ വേണമെങ്കിൽ സാർ മകന്റെ കൈയും പിടിച്ചിറങ്ങിക്കോളൂ. പക്ഷേ ഒരിക്കലും പൂർണിമയെക്കാളും നല്ലൊരു വധുവിനെ നിങ്ങളുടെ മകന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മകൻ നിങ്ങളെ വെറുക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാ പ്രസാദേട്ടാ, ഇനി നമുക്ക് പോവാം. ഈ വിവാഹം നടക്കില്ല. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.